ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അതെ, സിഡ്നിയിൽ നിന്ന് നമ്മള് ബീച്ചിലേക്ക് പോവാണ് അല്ലേ? ഇന്ന് സിഡ്നിയിലെ കുറച്ച് ഐക്കോണിക് ബീച്ചുകളുടെ ഇടയിൽ കൂടിയാണ് നമ്മളിന്നൊരു ബീച്ച് വാക്കിനാണ് പോണത്. ഇന്ന് സൺഡേ ആസ് യൂഷ്വൽ 2 ദിവസത്തെ ക്ഷീണമൊക്കെ കാരണം രാവിലെ പുറപ്പെടാൻ ഇത്തിരി ലേറ്റായി. പിന്നെ ഏത് കാർ എടുക്കണമെന്ന് കൺഫ്യൂഷനായി. അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി അവസാനം നമ്മളെല്ലാം സെറ്റായി ഇതാ റെഡി മണിയായിട്ട് ഇതാ ഇറങ്ങിയിട്ടുണ്ട്. അതെ, ഇന്നലെ നമ്മള് ബ്ലൂ മൗണ്ടെയിൻസിൽ പോകാൻ എടുത്ത അതേ സെയിം കാറിനെയാണ് നമുക്ക് ഇന്നും കിട്ടിയിട്ടുള്ളത്. അപ്പൊ എന്നാലും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ പോലീസ് ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞില്ലേ? ഊതിച്ചു രാത്രി കുടിച്ച് നല്ല ചാൻസ് ഉണ്ട്. പക്ഷെ എന്തായാലും സക്സസ് ആയി, കുഴപ്പമില്ല, ടെസ്റ്റ് പാസ്സായി. ഇന്ന് സിഡ്നിയിലെ നമ്മള് സാവിത്രിന്റെ ഒപ്പം ഇന്നത്തെ യാത്രയിൽ മുഴുവൻ ഇന്ന് നമ്മള് കൂജി ടു ബോണ്ടായി വാക്കാണ്. നമ്മൾ കൂജിയിലെത്തി. ഇനി നമ്മളിങ്ങനെ ബീച്ച് കണ്ട് ബോണ്ടായി വരെ എത്തും. ഈ കാണുന്നതാണ് അപ്പോൾ കൂജി ബീച്ച്. എന്താ അടിപൊളിയല്ലേ, സൂപ്പർ ബീച്ചാണ്. എനിക്ക് ഫസ്റ്റ് ബീച്ച് തന്നെ ഇഷ്ടമായി. നിറയെ ആളുകൾ കുളിക്കുകയും കളിക്കുകയും വെള്ളത്തിൽ ഓരോ ആക്ടിവിറ്റീസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളം, എന്തൊരു ഭംഗിയാണ് വെള്ളത്തിൻ്റെ കളറല്ലേ കാണാൻ. ഒരു തരം എമറാൾഡ് ഗ്രീൻ ബ്ലൂയിഷ് ആയിട്ടുള്ളൊരു കളറ്, നല്ല രസമുള്ളൊരു വെള്ളം. നമുക്ക് അവിടെ പോയി ശരിക്കും സ്നോർക്കലിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മീനുകളെയൊക്കെ നല്ല വൃത്തിയായിട്ട് കാണാൻ പറ്റും, ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അപ്പം നമുക്ക് മുമ്പോട്ട് നടക്കാം. ഇനി ഈ ബീച്ചിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ കടൽ കണ്ട് നടക്കും. ഇതേ ഇങ്ങനെയാണ് ബീച്ച് വാക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ പോണത് മുഴുവൻ ഇതുപോലെ ഓരോ ക്ലിഫുകളുടെ മുകളിൽ കൂടിയാണ്. പക്ഷെ നല്ല പാത്തുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു മല കയറി ഒരു കുന്ന് കയറി ഇറങ്ങി അടുത്തൊരു ബീച്ചിലെത്തും. പിന്നെ വീണ്ടും ബീച്ചിനടുത്ത് കൂടെ വീണ്ടും മുമ്പിലേക്ക് പോവും. അങ്ങനെയാണ് ഈ ഒരു വാക്ക്. കണ്ടോ, സൈഡിൽ നല്ല അടിപൊളി വ്യൂ, കടൽ. നമ്മളിത് അന്ന് നടന്ന് പോണു. ഇതുപോലെ നിറയെ സ്ഥലങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വരണ വഴിക്ക്. അപ്പം നമുക്ക് ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഈ ഒരു ബീച്ചിൻ്റെ ഭംഗി നമുക്ക് ആസ്വദിക്കാം. സോ കൂൾ, അടിപൊളിയുണ്ട്. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിട്ടോ. സ്റ്റാർട്ടിങ് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പം ഇനി അവിടെ എത്ര രസമുള്ള കാഴ്ചകളാവും കാണുണ്ടാവുക. നമ്മൾ നടന്നിട്ട് അടുത്ത ബീച്ചിലെത്തി, ഗോർഡൻസ് ബേ. കണ്ടോ, ഇവിടെ എത്തി. കൂജി ബോണ്ടായി വാക്ക് അടിപൊളിയാണ് കേട്ടോ, രക്ഷയില്ല. ഓരോ സ്ഥലത്തുനിന്നും ഓരോ വ്യൂ, കടലിൻ്റെ അടിപൊളി വ്യൂ. ഇതിപ്പോൾ ഈ ക്യാമറ മതിയാവുമോ എന്നറിയില്ല, അത്രയധികം വ്യൂസ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, ജസ്റ്റ് ഗോർഡൻ ബേ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇപ്പം തന്നെ ഇത്രയധികം വ്യൂസ്. ഇനി അങ്ങോട്ടേക്ക് എന്താ കിടക്കുന്നതാവോ കണ്ടറിയാം. നമ്മളിത് ആ ഭാഗത്താണ് നടക്കാൻ തുടങ്ങിയത്. അവിടുന്ന് ഈ ക്ലിഫിൻ്റെ അപ്പുറത്തെ സൈഡിൽ നിന്ന്. എന്നിട്ട് നമ്മളിങ്ങനെ വന്ന് റൗണ്ട് ചെയ്ത് വന്ന് ഇപ്പം ഇവിടെ എത്തി. ഇതും ഇച്ചമ്മയും കൂടി സെറ്റാണ് അല്ലേ? കടലിൻ്റെ ഓരോ ഭാഗങ്ങളും ഓരോ പോലെ. ഇപ്പം നമ്മൾ ആദ്യം വന്നോടത്ത് നല്ല ബീച്ച്, എല്ലാവരും കുളിക്കണു. പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടാമത് അവിടെ പോയപ്പോൾ അവിടെ കുറേ ബോട്ടുകളൊക്കെ നിർത്തിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കുറച്ച് പേര് കുളിക്കുന്നുണ്ട്, കുറച്ച് പേരൊക്കെ അവിടെ ബോട്ട് റെഡിയാക്കാൻ നോക്കുന്നുണ്ട്, ഫിഷിങ്ങിന് ആയിരിക്കാം. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഫുള്ള് പാറക്കെട്ടുകൾ. അപ്പോൾ ഞാനിങ്ങനെ ഇടയിലേക്ക് നടന്നു വന്നതാണ്.
അതാണ് ആ നടക്കുന്ന വഴി. അവിടുന്ന് ഇങ്ങോട്ട് നടന്നു വന്നു. പിന്നെ ഇവിടെ ആരും ഇറങ്ങണമൊന്നുമില്ല. കടലും പാറകളൊക്കെ ആയിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. ഇവിടെ കുറേ പേര് ചൂണ്ടടലാണ്. ഏതെങ്കിലുമൊക്കെ മീൻ കൊത്തും. എന്തായാലും നല്ല ക്ഷമ വേണ്ട ഒരു പരിപാടിയായി ഈ മീൻ പിടിക്കാൻ, ചൂണ്ടിട്ടിരിക്കാൻ. എല്ലാവരും ചൂണ്ടിട്ടിരിക്കുക എവിടെയൊക്കെ ഉണ്ടാവും. അങ്ങനെ നമ്മൾ അടുത്ത ബീച്ചിലെത്തി. ക്ലോവല്ലി. ഇത് ശരിക്കും ഒരു ഉണ്ടാക്കിയ ബീച്ചാണ്. മാൻമെയ്ഡ് ബീച്ച് എന്ന് പറഞ്ഞ പോലെ ആ ഭാഗത്തെ മണലല്ല, സിമെന്റ് ഇട്ടിട്ട് നമ്മളൊരു സ്വിമ്മിംഗ് പൂളിലേക്ക് ഇറങ്ങണ പോലെ ബീച്ചിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഭാഗമാണ്. ധാരാളം പേര് അവിടെ കളിക്കുകയും കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്താ കഴിക്കണേ? സ്ട്രോബെറി വേണ്ട, വൈറ്റ് ആണ്. വൈറ്റ് ആണ് ഇഷ്ടമായത്. അമ്മ പറഞ്ഞില്ലേ വൈറ്റിനാ സ്വാദെന്ന്. ബീച്ചിലിരുന്ന് ഐക്കി കഴിക്കാണോ? ഇത് ബീച്ചിൽ കുളിക്കണ്ടേ? ഐസ്ക്രീമിൽ കുളിച്ചാ മതിയാ? അക്കി കുളി കഴിക്കാം. നോ കഴിക്കാം. കുളിക്കല്ലേ, ഞാൻ കഴിക്കാണേ. ഇത് ബീച്ചിലാണ് കുളിക്കണേ. ഓക്കെ. അമ്മ തെറ്റി പറഞ്ഞ, അമ്മ അറിയാണ്ട് പറഞ്ഞ കേട്ടോ. ഈ ക്ലോവലി ബീച്ചിന്റെ നമ്മൾ ഈ കാണുന്ന ഭാഗമൊക്കെ ആർട്ടിഫിഷ്യലായിട്ട് അവര് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഈ ഒരു കാണുന്ന എൻഡ് സൈഡ് ഉണ്ടല്ലോ, ഈ ഒരു മൊനമ്പ്, ആ ഭാഗം മാത്രമേ ഉള്ളൂ നാച്ചുറൽ ആയിട്ടുള്ള ശരിക്കും മണലുള്ളൊരു ഭാഗം. ബാക്കി അതിൻ്റെ രണ്ട് സൈഡിലും അവർ ആളുകൾക്ക് കുളിക്കാനും നീന്താനും വേണ്ടിയിട്ടും ഒരു സ്വിമ്മിംഗ് പൂൾ പോലെ, ഒരു കടലൊരു സ്വിമ്മിംഗ് പൂളാക്കി എങ്ങനെയാണ് അതേപോലെ കുഞ്ഞു പിള്ളേരൊക്കെ ചാടി നീന്തുന്നു. എന്താല്ലേ, നമുക്കൊക്കെ പിള്ളേർ കടലിലേക്ക് പോകുമ്പോൾ പേടിയാണ്. ഇവിടെ പിള്ളേരെ കടലിലേക്ക് എടുത്തിട്ടിട്ട് നീന്തലാണ്. അവിടെ 2-3 പേര് കുഞ്ഞു പിള്ളേരും അച്ഛനും അമ്മയും കൂടി സ്നോക്കലിങ് ചെയ്യണു, വെള്ളത്തിൽ മുങ്ങിയിട്ട്. ഇതൊക്കെ പഠിക്കാനും പറ്റില്ല അപ്പോൾ കുട്ടികൾക്ക്. അതിനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു ഏരിയയാണ് ഈ ഒരു ഭാഗം. എല്ലാ ബീച്ചിലും ഇതുപോലെ ലൈഫ് ഗാർഡ്സ് ഉണ്ടാവും. നമുക്ക് കുഞ്ഞൊരു കഫേ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളുണ്ടാവും. ഡ്രസ്സ് മാറാനുള്ള ടോയ്ലറ്റ്സും അതൊക്കെ അവൈലബിൾ ആണ്. ഇവിടെ ഒരു ഫസ്റ്റ് എയ്ഡ് കൂടിയുണ്ട്. ഓ, ഇത് ശരിക്കും പിള്ളേർക്ക് ഇവർക്കൊക്കെ കാര്യങ്ങൾ പഠിക്കാനും കൂടി ഉള്ള ഒരു സ്ഥലം പോലെ തോന്നി. നീന്താനും ഇതു നമുക്ക് പാർക്ക് പോയാലോ? പാർക്ക് ഉണ്ട് പോണ വഴിക്ക്. നോ, പിന്നെ എന്താ വേണ്ടേ? കുളി. ഇതിന് ബീച്ചിൽ കുളിച്ചാൽ മതി. ഓക്കെ. അങ്ങനെ ക്ലോവല്ലി ബീച്ചും കഴിഞ്ഞ് നമ്മളിനി അടുത്ത സ്ഥലത്തേക്ക് നടക്കുകയായി. ബുണ്ടോക്ക് പാർക്ക്. ഇവിടെയൊക്കെ കുറേ ക്രിസ്മസ് ഇൻസ്റ്റാളേഷൻസ് ഒക്കെ വെച്ചിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും കുറേ ഗിഫ്റ്റ് ബോക്സ് പോലെ ഓരോ സംഭവങ്ങളിങ്ങനെ ഈ കാണുന്നില്ലേ, ഇതേപോലെ ഓരോ സംഭവങ്ങൾ വെച്ചിട്ടുണ്ട്. അതിൽ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തോ സ്കാൻ ടു പ്ലേ എന്നൊക്കെ പറഞ്ഞ് കാണാനുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും ഗെയിംസോ സെറ്റപ്പുകളൊക്കെ ഉണ്ടാവും. ഇത് ഐസ്ക്രീം കൂടി കഴിഞ്ഞ് വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ ഓടി നടക്കലായി. അടുത്ത ഹെലികോപ്റ്റർ കണ്ടു. ഹെലികോപ്റ്ററിൻ്റെ ഒരു കളിയാണ് ഇവിടെ. കടലൊരു കണ്ണാടി പോലെയാണ്. ശരിക്കും മേഘങ്ങളുടെ കളറിനനുസരിച്ച് കടലിൻ്റെ കളറും മാറുന്നത് ഞാനിതാ ഇപ്പോൾ കണ്ടേ ഉള്ളൂ. ഇത്രയും നേരം കടലിൻ്റെ കളർ നല്ല ബ്ലൂയിഷ് ആയിട്ട് നല്ല ഒരു എമറാൾഡ് ഗ്രീൻ കളറായിട്ടുള്ള വെള്ളമായിരുന്നു. ഇപ്പോൾ ആ ഒരു നല്ല വെളിച്ചം പോയി, നല്ല വെയിൽ പോയിട്ട് ചെറിയൊരു ക്ലൗഡി ആയപ്പോൾ കടലിൻ്റെ കളർ കണ്ടോ, അത് മാറി ഒരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡായി. ഈ ഭാഗത്ത് ഇങ്ങനെ ഒരു മെഡോ പോലെയാണ്. അപ്പോൾ ഈ പുൽമേടിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നടന്നിട്ട് ഈ ഭാഗത്ത് കൂടെ ഇങ്ങനെ കുറച്ച് ദൂരം നടക്കാം, എന്നിട്ട് കടലിൻ്റെ കാഴ്ചകൾ കാണാം. ഈ ഭാഗത്ത് നല്ല രസമുള്ളൊരു ഏരിയ ആണ് ഇവിടെ.
ലിറ്റിൽ monkeys. 3 ആണോ? 3 ലിറ്റിൽ പിന്നെ പോണ വഴിക്ക് ഇത് അവിടെ ഒരു ബൗളിംഗ് ക്ലബ് ഉണ്ട്. നമ്മൾ ബീച്ചിൻ്റെ നേരെ ബീച്ച് ഫേസിങ് ആയിട്ടൊരു ബൗളിംഗ് ക്ലബ്ബ്. കുറേ ആളുകളുണ്ട് അവിടെ. ഇതു ബാക്കിൽ എന്താ അറിയോ? സെമിട്രിയാണ്. സെമിട്രി, വെവർലി സെമിട്രി. കുറേ വയസ്സായ അപ്പൂപ്പന്മാരും അമ്മൂമാരും അല്ല എല്ലാവരും കുറേ കാലം കഴിഞ്ഞ് അവിടെ പോയിട്ട് കിടന്നു. ഈ വെവർലി സെമിട്രി അത്യാവശ്യം വലിയൊരു സെമിട്രിയാണ്. ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിയാൽ നമ്മൾക്ക് ഫുള്ള് ഇതന്നെ കാണാൻ പറ്റുക. ഈ ഒരു സൈഡിൽ കൂടെ ഫുൾ കണ്ടോ, ഫുള്ള് ഈ 2 കുന്ന് മൊത്തം സെമിട്രിയാണ്. നമ്മളുടെ ഈ ബീച്ച് വാക്ക് അതിമനോഹരമായ ഒരു വാക്കാണ്. ഞങ്ങളൊരു പകുതിയോളം കവർ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ബ്രോണ്ടായി എത്തായി. ഇനി അടുത്ത ലാസ്റ്റ് പോയിന്റ് ബോണ്ടായി ബീച്ചാണ്. അതുവരെയാണ് നമ്മൾ നടക്കണത്. പക്ഷേ നമ്മൾ നടന്ന കുറേ ദൂരം നടക്കണ്ടെങ്കിലും അറിയേയില്ല, സമയം പോണത് അറിയില്ല, കിലോമീറ്റേഴ്സ് അറിയില്ല. കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കടൽ കണ്ടുകൊണ്ടാണ് നമ്മൾ നടക്കണത്. ഇത് സിഡ്നിയിൽ വന്നു കഴിഞ്ഞാൽ എന്തായാലും എല്ലാവരും വരണം കേട്ടോ. ഒരു ഐക്കോണിക് വാക്ക് തന്നെയാണത്. എന്ത് ഭംഗിയുള്ള ബീച്ചുകളുടെ ഇടയിൽ കൂടെ നമ്മളിങ്ങനെ നടക്കുക അറിയോ. അടിപൊളിയാ. വെവർലി സെമിട്രി. വെവർലി, ഓ ഗ്ലെൻ വെവർലി എന്നൊക്കെ പറഞ്ഞ പോലെ വെവർലി സെമിട്രിയാണിത്. അത് സെമിട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മരിച്ചു കിടക്കുന്നത് മാത്രമല്ല, ഒരു കാണാൻ ഭംഗിയും കൂടിയുള്ള അട്രാക്റ്റീവ് സൈറ്റ് അല്ലേ. അല്ല, മരിച്ചു കിടന്നാലും നമുക്ക് ആത്മാവായിട്ട് ഇടുന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ള കടലൊക്കെ ആസ്വദിച്ചിരിക്കാം. ഇവിടെ ചളി വലിയ ചളിയായി പോയി. എന്തായാലും പരിഗണിക്കാം. ഇടയിലിടയിൽ ഇതുപോലെ കുറേ സ്പോട്ടുകൾ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ഇരുന്നിട്ട് ശരിക്കും കാറ്റ് കൊണ്ട് കുറേ നേരം ഇരിക്കാൻ പറ്റും. നല്ലൊരു വാക്കാണ് കേട്ടോ അത്. സോ ഗുഡ്. ശരിക്കും സാവിത്രി ഉണ്ടാവേണ്ട വലിയ ഉപകാരമായി. അല്ലെങ്കിൽ എപ്പോഴും ഇതിനെ നമ്മൾ തന്നെ എടുക്കണ്ടേ. ഇതിപ്പോൾ ഇതും സാവിത്രിയുടെ ഭയങ്കര സിങ്കാണ്. ഇച്ചമ്മ ഭയങ്കര കാര്യമാണ്, ഇപ്പോൾ ഫേവറേറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. അവ സാവിത്രിയുടെ ഒപ്പമാണ് എപ്പോഴും. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ കുറച്ചുകൂടി വിസ്തരിച്ചിട്ട് ഈ വീഡിയോസ് എടുക്കാനും കാണാനും ഒക്കെ പറ്റുന്നുണ്ട്. ടയർഡാവുന്നുണ്ട്. പക്ഷേ ഈ നടത്തത്തിൻ്റെ ഭംഗിയും ഇവിടുത്തെ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ നടക്കുമ്പോൾ നമുക്ക് ഒരു എനർജി കിട്ടും. ഇടയ്ക്ക് വെള്ളം കുടിക്കും, വീണ്ടും നടക്കും. കൊള്ളാം. ഈ കാണുന്നതാണ് ബ്രോണ്ടേ ബീച്ച്. എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മൾ വന്ന ബീച്ചുകളിൽ കുളിക്കാനൊക്കെ കളിക്കാനുമായിട്ട് എനിക്ക് ഏറ്റവും രസം തോന്നുന്നത്, ഭയങ്കര നാച്ചുറലായിട്ട് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് തോന്നിയിട്ടുള്ളൊരു ബീച്ച് എനിക്ക് ഇതുവരെ കണ്ടതിൽ ഈ ബ്രോണ്ടേ ആണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. കുറേ പേര് അവിടെ കളിക്കുകയും കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ആദ്യം ഇവിടെ ഇറങ്ങണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ പിന്നെ തോന്നി നേരെ ബോണ്ടേ പോയിട്ട് ലാസ്റ്റ് എൻഡ് പൊസിഷനിൽ അവിടെ മതി ഇതുവിനെ ഇറക്കാന്ന്. ഇല്ലെങ്കിൽ ഇത് ചിലപ്പോൾ വെള്ളത്തിൽ നിന്ന് കയറിയില്ലെങ്കിലോ. ഇതാണ് ബ്രോണ്ടേ ബാത്ത്. കണ്ടോ, ബീച്ചിൻ്റെ ഇടയിൽ വേറൊരു കുഞ്ഞ് സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയിട്ട് അവിടെ നിന്ന് തിരമാല വന്ന് അടിക്കുമ്പോൾ നമുക്ക് അതിലിങ്ങനെ ഇരിക്കാം, എന്നിട്ട് കുളിക്കാം. അത് അടിപൊളി.
ബീച്ചിലേക്ക് ഇറങ്ങാച്ച അതുപോലെ ഈ സ്റ്റെപ്പ് എടുത്ത് താഴത്ത് കൂടെ പോയി എടുത്താ ബീച്ചിൽ ഇറങ്ങാം. ഇഷ്ടംമാതിരി പേരാട്ടോ. ഈ നട്ടപ്പൊരി വലുത്തും ലോകത്തുള്ള ഫുൾ ആളുകളും ഇവിടെ ബീച്ചിലാണ്. ശരിക്കും ഇവിടെ ഉള്ളവർക്ക് ഈ സണ്ണി ഡേ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ ബീച്ചിൽ വെയിൽ കാഞ്ഞ് ഇങ്ങനെ കിടക്കുക, ഒരുപാട് കളിക്കുക, അതൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ആളുകളാണ്. പ്രത്യേകിച്ച് ഇവിടുത്തെ ഓസ്ട്രേലിയക്കാർക്ക് ബീച്ച് ഒരു ഹരം പോലെ, ഒരു പ്രാന്ത് പോലെയാണ്. ബ്രോണ്ടേ നല്ലൊരു ടൗൺ ആണ്. കുറേ കടകളൊക്കെ ഉണ്ട് സൈഡിൽ. അപ്പോൾ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ അത്യാവശ്യം നല്ല ഭക്ഷണം എന്തെങ്കിലും കഴിക്കണമെങ്കിൽ കഴിക്കാം. ഫിഷ് ആൻഡ് ചിപ്സ് ഉണ്ട്, സ്മൂത്തി ജ്യൂസ് ബാർ ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറേ ബർഗർ ഷോപ്പുണ്ട്, കഫേകളുണ്ട്, ഒക്കെ ഈ സൈഡിലുണ്ട്. പിന്നെ ഈ ഇപ്പുറത്തേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ നേരെ ബീച്ചാണ് ഈ സൈഡിൽ. ഒരു പ്രോപ്പർ ബീച്ച് ഏരിയ. നമ്മൾ വെള്ളത്തിൻ്റെ കളർ വീണ്ടും മാറി. വീണ്ടും നല്ല വെയിലായപ്പോൾ കളർ ഇതാ വീണ്ടും നല്ല പച്ച, നല്ല അടിപൊളി എമറാൾഡ് പച്ച കളറിലുള്ള വെള്ളമായി വീണ്ടും. കേട്ടോ എത്ര രസം തരും. ശരിക്കൊരു മാജിക്കാണത്. സിറ്റിയിലെ വേണ്ട ഇതിൽ ഷാറുഖ് ഖാൻ്റെ വീടുണ്ടാവും. അടിപൊളി വീടുകൾ. നമ്മളവിടെ പോകുമ്പോൾ വലിയ സ്റ്റാർസിൻ്റെ ഒക്കെ വീട് കാണില്ല, അതുപോലെ പൊളി വീട്. ബീച്ച് വ്യൂ അല്ലേ? എന്താ വ്യൂ. ശരിക്കും ഈ ഒരു വാക്ക് ഏകദേശം 6 കിലോമീറ്റർ ഉണ്ട്. 6 കിലോമീറ്റർ നമ്മൾ ഈ കടലിൻ്റെ അടുത്ത് കൂടെ കുറേ ബീച്ചുകൾ കവർ ചെയ്തിട്ട് ഇങ്ങനെ നടന്ന് വരാം. ഏകദേശം 2-2.5 മണിക്കൂർ എടുക്കും, മാക്സിമം 3 മണിക്കൂറാണ്. നമ്മൾ 3 മണിക്കൂർ എടുത്തു, കാരണം ഓരോ സ്ഥലത്ത് നിർത്തിയിട്ടാണ് വരുന്നത്. അപ്പോൾ ആ ഒരു വാക്കാണ് 6 കിലോമീറ്റേഴ്സിൻ്റെ ഒരു വാക്ക്. പക്ഷെ അത് അറിയൊന്നുമില്ല കേട്ടോ, അത്രയും ദൂരം നമ്മൾ നടന്നു എന്ന് ഒട്ടും ഫീൽ ചെയ്യില്ല. അങ്ങനെ ഇതുവിനെ എടുത്തു. അതിന് ഉറക്കം വന്നിട്ടേ കുളിക്കണം പറഞ്ഞ് കുറെ നേരം വെയിറ്റ് ചെയ്ത് ഉറങ്ങാണ്ടിരുന്നു. അതെ അതെ, നമുക്ക് ബോണ്ടായിൽ ഇറക്കാം എന്തായാലും. നമ്മളിപ്പോ ടമരാമ കഴിഞ്ഞ് ബോണ്ടായിലേക്ക് പോണ വഴിയാണ്. ആ ഇടയിലുള്ള ഒരു ഏരിയ ഭയങ്കര ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. ശരിക്കും ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ സൂപ്പറാണ്. ഓൾമോസ്റ്റ് നമ്മൾ എൻഡിലെത്താറായി, ബോണ്ടായിലെത്താറായി. അങ്ങനെ കൂജി ടു ബോണ്ടായി അടിപൊളി വാക്കാണ് ഇത്. സിഡ്നിയിൽ വരുന്നവർ എന്തായാലും മിസ് ചെയ്യരുത്. മസ്റ്റ് വിസിറ്റ് ആണ്, മസ്റ്റ് എക്സ്പീരിയൻസിങ്. അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷൻ പോയിന്റ് ബോണ്ടായി ബീച്ചാണ് ഈ കാണുന്നത്. അത്യാവശ്യം വലിയ ബീച്ചാണ്. നമ്മളിവിടെ വന്നതിന് ശേഷം കണ്ട ഏറ്റവും വലിയ ബീച്ചാണ്. ഈ അറ്റത്ത് അറ്റം വരെ നീണ്ട് പരന്നടക്കാണ് ബോണ്ടായി ബീച്ച്. അവിടെ എത്തിയിട്ട് വേണം ഇതിനാണെന്നിട്ട് ഇതിൽ കളിക്കാൻ. എൻ്റെ മുമ്പിൽ കാണുന്നത് ബോണ്ടായിലെ ഫേമസ് ഐസ്ബർഗ്, അതായത് സ്വിമ്മിംഗ് പൂൾ പോലെ. പക്ഷെ അത് പ്രൈവറ്റ് ആണ്. നമുക്ക് അതിനുള്ളിൽ പോയി കളിക്കണം എന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ പാസും പൈസയൊക്കെ കൊടുത്തിട്ട് വേണം. നമ്മൾ ഇതിൻ്റെ മുകളിൽ കൂടെ വാക്ക് ചെയ്തിട്ട് അത് കണ്ടുകൊണ്ട് ബീച്ചിലേക്കാണ് കിടക്കും. അതെ, നമുക്ക് ഐസ്ബർഗ്സിൻ്റെ ഒക്കെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടൊക്കെ പോവാം.
സിഡ്നിയിലെ ദ മോസ്റ്റ് ഫേമസ് ബോണ്ടായി ബീച്ച്. ഒരുപാട് പേരുണ്ട്. ശരിക്കും നട്ടുച്ചയാണ് സമയം, 1-1:30 മണിയാണ്. എല്ലാവരും സർഫിങ് ചെയ്യണു, കുളിക്കണു, കളിക്കണു, ഫുൾ ബിസിയാണ് എല്ലാവരും. ഈ കാണുന്നതാണ് നമ്മൾ നടത്തിയ കോസ്റ്റൽ വാക്കിൻ്റെ ഒരു മാപ്പ്. നമ്മൾ ഇവിടുന്ന് കൂജിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇവിടുന്ന് ഇങ്ങനെ പോയി ബ്രോണ്ടി കണ്ടു, ടമറാമ കണ്ടു, ഇങ്ങനെ കയറി നമ്മളിപ്പോൾ ഇവിടെ എത്തി, അതായത് ബോണ്ടായി ബീച്ചിലെത്തി. ഇനി ഈ കാണുന്നത് മൊത്തം ബീച്ചാണ്. അതിലെവിടെ വേണമെങ്കിൽ നമുക്ക് ഇറങ്ങാം. അപ്പോൾ നമുക്കിനി ബോണ്ടായി ബീച്ച് പോയി കുളിക്കാം. അതെ, ഈ വരുന്നൊരു കുഞ്ഞു സാധനം കാണാണ്ടോ അറിയില്ല. അപ്പോൾ ആദ്യം വരും ഒരു കൈൻഡ് ഓഫ് ജെല്ലി ഫിഷാണത്. ഇതാ വരുന്നുണ്ട് കണ്ടോ ഈ സാധനം. അത് ഭയങ്കര സ്റ്റിങ്ങിയാണ്. അതിൽ വിഷം ഉണ്ടെന്ന്. അത് നമ്മുടെ മേലായി കഴിഞ്ഞാൽ നമുക്ക് കാലൊക്കെ ഭയങ്കര വേദനയാവും, വിഷം ഉണ്ടാവും. അത് സൂക്ഷിക്കണമെന്ന്. അപ്പോൾ അത് പറഞ്ഞാൽ ഇവിടെ ഒരെണ്ണം ഉള്ളൂ എന്ന് ആദ്യം പറഞ്ഞത്. പക്ഷെ അവർ പിന്നെയും കണ്ടു കുറേ എണ്ണം ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് മാറിക്കോളാൻ പറയണം എൻ്റെ അടുത്ത്. ഇതിനെ എടുത്ത് നടക്കുന്നുണ്ടേ. അങ്ങനെ പറഞ്ഞ പോലെ ഇതുവിനെ വെള്ളത്തിലിറക്കി. ഇത് ഫുള്ള് നനഞ്ഞിരിക്കുകയാണ്, വെള്ളത്തിൽ കളിച്ചു. പക്ഷെ അതിനിടയിൽ കൂടെ ചെറിയ കുഞ്ഞി കൈൻഡ് ഓഫ് ഒരു തരം ജെല്ലി ഫിഷ് ഇവിടെ കണ്ടു. 1-2-3 കണ്ടു. അപ്പോൾ ഇവിടെ ഒപ്പമുള്ള വേറെ കുറച്ച് പേര് പറയുമായിരുന്നു അത് ഭയങ്കര വിഷമുള്ളതാണ്, അപ്പോൾ അത് കടിക്കണ പോലെ, അത് കുത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര വേദനയൊക്കെയാണ്, അപ്പോൾ സൂക്ഷിക്കണം. 1-2-3 കണ്ടു. അപ്പോൾ കുഞ്ഞിയല്ലേ, ഇതു ചെറുതല്ലേ, അപ്പോൾ ഇതിനുകൊണ്ട് ഈ ഭാഗത്ത് വേണ്ട, മാറിക്കോളൂ എന്ന് പറയായിരുന്നു അവർ. എന്താ ഇത് ചെയ്യണേ? മണലുകൊണ്ട് ബോൾ ഉണ്ടാക്കി അറിയാണോ? ഇത് ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആണ് കേട്ടോ. അപ്പോൾ ആ ജെല്ലി ഫിഷിനെ കണ്ടപ്പോൾ എനിക്ക് കാണിച്ചു തന്നു, അമ്മ അടുത്തേക്ക് പോണ്ട, ജെല്ലി ഫിഷ് ആണ്, അയ്യോ വെള്ളം ഇതു. അപ്പോൾ ഇത് പറഞ്ഞു ഇത് ഇനി വെള്ളത്തേക്ക് ഇറങ്ങണില്ല, ഇതിവിടെ ഇരുന്നിട്ട് മണലിലേ കളിക്കുള്ളൂ, വെള്ളം വേണ്ട ഇതുവിനെ പറഞ്ഞിട്ട് ഇവിടെ ഇരുന്ന് കളിക്കുകയാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ ഇവിടെ ബോണ്ടായി ബീച്ചിലെ ലൈഫ് ഗാർഡ്സ് ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ ഈ കണ്ട ഈ ജെല്ലി ഫിഷിനെ കണ്ടപ്പോൾ നമ്മൾ അവരുടെ അടുത്ത് പോയി ചോദിച്ചു, ഇത് നമുക്ക് അറിയില്ലല്ലോ, ഇവിടെ പുതുതല്ലേ, നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയില്ല, അപ്പോൾ ഇതിനെ തൊട്ടാ പ്രശ്നമാണോ, എന്താ സംഭവം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു സംഭവം സത്യമാണ്, അത് ഇത്തിരി ഡേഞ്ചറസ് ആണ്, അതിനെ തൊട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വേദന എന്തെങ്കിലും തോന്നുക വെച്ചാൽ വേഗം അവിടേക്ക് ഇവരുടെ ടെൻറ്റ് ഉണ്ട്, അവിടെ റെഡ് ആൻഡ് യെല്ലോ ടെൻറ്റ് ഉണ്ട്, വേഗം അങ്ങോട്ട് പോവാം, അവർ ഐസ് പാക്കൊക്കെ വെച്ച് തരും. അപ്പോൾ എന്തായാലും നമ്മളിവിടെ നിൽക്കണില്ല, ബോണ്ടായി ബീച്ച് എന്തായാലും കണ്ടു, ഇതിൻ്റെ കുളി കഴിഞ്ഞു. അപ്പോൾ പിന്നെ അധികം നേരം ഇനി ഇവിടെ നിന്ന് ഭക്ഷണം അവിടെ ഇല്ല, അപ്പോൾ അതൊക്കെ നമ്മൾ പോവാണ്. അങ്ങനെ സിഡ്നിയിലെ 3ാമത്തെ ദിവസം സംഭവബഹുലമായ നടത്തായിരുന്നു. കൂജി ടു ബോണ്ടായി ഞങ്ങൾ 6ഓളം കിലോമീറ്ററുകൾ നടന്നു അങ്ങോട്ട്. പക്ഷേ രസകരമായ ഒരു വാക്കാണ്. എനിക്ക് തോന്നുന്നു സിഡ്നിയിൽ വേണ്ട എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യേണ്ട വാക്കാണ് അത്. ഒരു സംശയമില്ല, ഈ വാക്ക് എടുത്തിട്ടില്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ഒരു കാര്യമില്ല. അപ്പൊ അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങൾ തീരുന്നില്ല, പക്ഷേ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.